നമസ്കാരം. ഇന്ന് നമ്മൾ റൊമാൻറ്റിസിസത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. പക്ഷേ ഇതൊരു പഴയ സാഹിത്യ പ്രസ്ഥാനമെന്ന് പറഞ്ഞ് അങ്ങ് തള്ളിക്കളയരുത്. ഇത് കലയെയും നമ്മുടെ ചിന്തകളെയും മാറ്റിമറിച്ച, വികാരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത ഒരു വലിയ വിപ്ലവം തന്നെയായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ലോകം മുഴുവൻ വലിയ മാറ്റങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ കലയ്ക്ക് മാറി നിൽക്കാൻ പറ്റുമോ? അത് എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? ഈയൊരു ചോദ്യമാണ് ശരിക്കും പറഞ്ഞാൽ റൊമാൻറ്റിസിസത്തെ മനസ്സിലാക്കാനുള്ള നമ്മുടെ താക്കോൽ. അപ്പോ റൊമാൻറ്റിസിസത്തിലേക്ക് നേരെ കടക്കുന്നതിന് മുൻപ് അതിന് തൊട്ടുമുമ്പുള്ള കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. അത് നിയോ ക്ലാസിക്കൽ കാലഘട്ടമായിരുന്നു. യുക്തിയുടെ യുഗം എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഒരു സമയം. ആ കാലത്ത് എല്ലാം കൃത്യമായ ചിട്ടയുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിലായിരുന്നു. കലയ്ക്ക് പോലും ഒരു കണക്ക് ചെയ്യുന്നതുപോലെ കൃത്യമായ നിയമങ്ങളുണ്ടായിരുന്നു. സമൂഹത്തിലെ ഉന്നതരെ പ്രീതിപ്പെടുത്തുക, അവരെ സന്തോഷിപ്പിക്കുക, അതായിരുന്നു പ്രധാന ലക്ഷ്യം. ഓരോ സൃഷ്ടിയും ബുദ്ധി കൊണ്ട് അളന്നു തൂക്കിയാണ് വിലയിരുത്തിയിരുന്നത്. വികാരങ്ങൾക്കവിടെ വലിയ സ്ഥാനമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെയാണ് കളി മാറുന്നത്. നമുക്ക് ആ വലിയ മാറ്റം കൃത്യമായി കാണാൻ പറ്റും. സമൂഹത്തിന് പ്രാധാന്യം കൊടുത്തിരുന്ന സ്ഥാനത്ത് നിന്ന് കല നേരെ വ്യക്തിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. ചിട്ടകളുടെ സ്ഥാനത്ത് സ്വാതന്ത്ര്യം വന്നു. തലച്ചോറുകൊണ്ട് ചിന്തിക്കുന്നതിനു പകരം ഹൃദയം കൊണ്ട് അനുഭവിക്കാൻ തുടങ്ങി. കല ഉന്നതരുടെ സ്വകാര്യ സ്വത്തിൽ നിന്ന് സാധാരണക്കാരൻ്റേതായി മാറി. ഇതൊരു ചെറിയ മാറ്റമായിരുന്നില്ല, കലയുടെ മൂല്യങ്ങളിൽ വന്നൊരു അടിപൊളി മാറ്റം തന്നെയായിരുന്നു. അപ്പോ ഈ മാറ്റം എവിടെ നിന്നാണ് വന്നത്? വെറുതെ ഒരു ദിവസം രാവിലെ കവികൾ എണീറ്റ് ഇനി നമുക്ക് വികാരങ്ങളെപ്പറ്റി എഴുതാം എന്ന് തീരുമാനിച്ചതാണോ? ഒരിക്കലുമല്ല. ഇതിന്റെ വേരുകൾ കിടക്കുന്നത് ചരിത്രത്തിലെ വലിയ രാഷ്ട്രീയ, സാമൂഹിക പ്രക്ഷോഭങ്ങളുടെ കാലത്താണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരിടത്ത് വ്യവസായ വിപ്ലവം ലോകത്തെ മാറ്റിമറിക്കുന്നു. മറ്റൊരിടത്ത് അമേരിക്കൻ വിപ്ലവം, പിന്നെ ഫ്രഞ്ച് വിപ്ലവം. ലോകം അക്ഷരാർത്ഥത്തിൽ ഇളകിമറിയുകയായിരുന്നു. സ്വാതന്ത്ര്യം, വ്യക്തിത്വം, സമത്വം, ഈ ആശയങ്ങൾക്കൊന്നും മുൻപില്ലാത്ത ശക്തി കിട്ടി. ഈയൊരു പശ്ചാത്തലത്തിലാണ് 1798 ലിറിക്കൽ ബാലാഡ്സ് എന്ന പുസ്തകം പുറത്തിറങ്ങുന്നത്. ലോകം മാറിയപ്പോൾ കലയും അതിനൊപ്പം മാറി. അന്നത്തെ ആളുകൾക്ക് തന്നെ ഈ മാറ്റം ശരിക്കും ഫീൽ ചെയ്തിരുന്നു. പ്രമുഖ ചിന്തകനായ വില്യം ഹാസ്ലെറ്റ് ഈ കാലഘട്ടത്തെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: ഇതൊരു വാഗ്ദാനത്തിന്റെ കാലമായിരുന്നു, ലോകത്തിന്റെയും അക്ഷരങ്ങളുടെയും ഒരു നവീകരണം. തങ്ങൾക്ക് ചുറ്റും സംഭവിക്കുന്ന ഈ വലിയ മാറ്റം എത്ര ആഴത്തിലാണ് അവർ അനുഭവിച്ചതെന്ന് ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാണല്ലേ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആദർശങ്ങളായ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ സാഹിത്യത്തിലേക്ക് നേരിട്ടൊഴുകിയെത്തി. അതോടെ സാഹിത്യത്തിന്റെ വിഷയങ്ങളും ഭാഷയും മൊത്തത്തിൽ മാറി. രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും വീരകഥകൾക്ക് പകരം സാധാരണ മനുഷ്യരുടെ ജീവിതം വിഷയമായി. കവിത രാജകൊട്ടാരങ്ങളിൽ നിന്ന് സാധാരണക്കാരന്റെ കുടിലുകളിലേക്ക് ഇറങ്ങിവന്നു. ശരിക്കും പറഞ്ഞാൽ സാഹിത്യത്തിന്റെ ഒരു ജനാധിപത്യവൽക്കരണം തന്നെയായിരുന്നു അത്. അപ്പോൾ ഈ പഴയ ചിട്ടമിടിച്ച ലോകത്തിനുള്ള മറുപടിയായിട്ട് ഒരു പുതിയ തരം കവിത, റൊമാൻറ്റിക് കവിത ഉദയം ചെയ്തു. അപ്പോ എന്താണ് ഈ റൊമാൻറ്റിസിസം എന്ന് ചോദിച്ചാൽ ലളിതമായി ഇങ്ങനെ പറയാം: അത് വ്യക്തിയെ, ദി ഇൻഡിവിജ്വലിനെ, ജീവിതത്തിന്റെയും കലയുടെയും കേന്ദ്രബിന്ദുവായി കാണുന്ന ഒരു പ്രസ്ഥാനമാണ്. ഓരോ വ്യക്തിയുടെയും വികാരങ്ങളും ഭാവനയും അതുല്യവും വിലപ്പെട്ടതുമാണെന്ന് അത് ഉറക്കെ പ്രഖ്യാപിച്ചു. ഇതിന്റെ ഏറ്റവും മനോഹരമായ ഒരു നിർവചനം തന്നത് വില്യം വേർഡ്സ്വർത്താണ്. അദ്ദേഹം പറഞ്ഞു, കവിത എന്നാൽ ശക്തമായ വികാരങ്ങളുടെ സ്വാഭാവികമായ കവിഞ്ഞൊഴുകലാണ് എന്ന്. അതായത് കവിത തലച്ചോറിൽ നിന്നുള്ള കണക്കുകൂട്ടലല്ല, മറിച്ച് ഹൃദയത്തിൽ നിന്ന് നേരിട്ട് വരുന്നതാണ്. ഫിൽട്ടർ ചെയ്യാത്ത ശുദ്ധമായ വികാരങ്ങളുടെ പ്രകടനം. ഈ രണ്ട് രീതികളും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. നിയോ ക്ലാസിക് കവിതയുടെ ഉറവിടം അനുകരണവും ബുദ്ധിയുമാണെങ്കിൽ, റൊമാൻറ്റിക് കവിതയുടെ ഉറവിടം കവിയുടെ സ്വന്തം വികാരങ്ങളും പ്രചോദനവുമാണ്. ഒന്ന് സമൂഹത്തെ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊന്ന് സ്വന്തം മനസ്സ് തുറന്നു കാണിക്കാൻ ശ്രമിക്കുന്നു. വിഷയം പോലും മാറി. ഉന്നതരുടെ കഥകളിൽ നിന്ന് ഞാൻ, പ്രകൃതി, എന്തിന് സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവർ വരെ കവിതയുടെ വിഷയങ്ങളായി. ശരി, അപ്പോ ആരായിരുന്നു ഈ വിപ്ലവകാരികൾ? ഈ പുതിയ കലാപ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ചിലരെ നമുക്ക് പരിചയപ്പെടാം. ഇംഗ്ലീഷ് റൊമാൻറ്റിസിസത്തിന് തുടക്കം കുറിച്ചത് രണ്ട് ഉറ്റ സുഹൃത്തുക്കളായിരുന്നു, വില്യം വേർഡ്സ്വർത്തും എസ്.ടി. കോൾറിഡ്ജും. 1898 അവർ ഒരുമിച്ച് പ്രസിദ്ധീകരിച്ച ലിറിക്കൽ ബാലഡ്സ് എന്ന കാവ്യസമാഹാരം ഒരു പുതിയ സാഹിത്യയുഗത്തിന്റെ തന്നെ മാനിഫെസ്റ്റോ ആയി മാറി. വേർഡ്സ്വർത്ത്, അദ്ദേഹമായിരുന്നു പ്രകൃതിയുടെ കവി, സാധാരണ മനുഷ്യരുടെ, അവരുടെ ലളിതമായ ജീവിതത്തിന്റെ ഭംഗി കണ്ടെത്തിയ കവി. പ്രകൃതിയുമായുള്ള ആഴത്തിലുള്ള ആത്മബന്ധം അദ്ദേഹത്തിന്റെ കവിതകളിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അദ്ദേഹത്തിന്റെ സുഹൃത്തായ കോൾറിഡ്ജിന്റെ ലോകം കുറച്ചുകൂടി വ്യത്യസ്തമായിരുന്നു. അത് ഭാവനയുടെയും സ്വപ്നങ്ങളുടെയും അമാനുഷിക ശക്തികളുടെയുമൊക്കെ ലോകമായിരുന്നു. ഒരേ പ്രസ്ഥാനത്തിനുള്ളിൽ തന്നെ എത്ര വ്യത്യസ്തമായ വഴികളുണ്ടെന്ന് ഇത് കാണിച്ചു തരുന്നുണ്ട്. ശരി,
ഇതൊക്കെ 200 വർഷം മുൻപത്തെ കാര്യമല്ലേ? ഇന്ന് നമുക്കിതുകൊണ്ട് എന്താ കാര്യം? ഉണ്ട്, ഒരുപാട് കാര്യമുണ്ട്. റൊമാൻറ്റിസിസം ഇന്നും നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രസക്തമാണ്. ഇന്ന് നമ്മൾ ഒരു ആർട്ടിസ്റ്റിനെപ്പറ്റി ചിന്തിക്കുന്നത് എങ്ങനെയാ? സമൂഹത്തോട് കലഹിക്കുന്ന, സ്വന്തം വഴി തേടിപ്പോകുന്ന ഒരാളായിട്ടല്ലേ? ആ ആശയം വന്നത് റൊമാൻറ്റിക് കവികളിൽ നിന്നാണ്. അതുപോലെ പ്രകൃതിയോടുള്ള നമ്മുടെ സ്നേഹം, നമ്മുടെ പേഴ്സണൽ ഡയറി ഒരു കവിതയാകാം എന്ന വിശ്വാസം, ഇതെല്ലാം റൊമാൻറ്റിസിസത്തിന്റെ സംഭാവനകളാണ്. നമ്മുടെ ഇന്നത്തെ സംസ്കാരത്തിൽ അത് ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു. അപ്പോ അവസാനമായി ഒരു ചോദ്യം ചോദിച്ച് നിർത്താം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാലത്തെ കലയായിരുന്നു റൊമാൻറ്റിസിസമെങ്കിൽ ഇന്റർനെറ്റിന്റെയും സോഷ്യൽ മീഡിയയുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഒക്കെ ഈ കാലത്ത് നമ്മുടെ കല എന്തായിരിക്കും? നമ്മുടെ കാലഘട്ടത്തിലെ വിപ്ലവങ്ങളുടെ ശബ്ദം ഏത് കലാരൂപത്തിലൂടെയാകും പുറത്തുവരിക? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വില്യം ബ്ലേക്ക് എന്ന അതുല്യനായ ഒരു മനുഷ്യനെക്കുറിച്ചാണ്. അദ്ദേഹം വെറുമൊരു കവിയോ ചിത്രകാരനോ ആയിരുന്നില്ല, മറിച്ച് താൻ ജീവിച്ച ലോകത്തെ, അതിന്റെ നിയമങ്ങളെയും ചിന്തകളെയും ധൈര്യപൂർവ്വം വെല്ലുവിളിച്ച ഒരു ദാർശനികൻ കൂടിയായിരുന്നു. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? ബ്ലേക്ക് ലോകത്തെ കണ്ടിരുന്നത് നമ്മളെപ്പോലെ ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ എത്രത്തോളം വ്യത്യസ്തവും നിഗൂഢവുമായിരുന്നു എന്നതിന്റെ ഒരു സൂചന മാത്രമാണിത്. അപ്പോൾ നമുക്ക് ബ്ലേക്കിന്റെ ആ ലോകത്തേക്കൊന്ന് കടന്നുചെല്ലാലോ. ശരി, ആദ്യത്തെ ചോദ്യം ഇതാണ്. എന്തായിരുന്നു ബ്ലേക്കിന്റെ ഈ ഒരു പ്രത്യേകതയുടെ ഉറവിടം? അദ്ദേഹത്തിന്റെ പ്രതിഭയുടെ എല്ലാം അടിസ്ഥാനം അത് അദ്ദേഹത്തിന്റെ ദർശനങ്ങളായിരുന്നു. ഒന്നാലോചിച്ചു നോക്കൂ, വെറും 4 വയസ്സുള്ളപ്പോൾ മുതൽ ബ്ലേക്കിന് ഇത്തരം അസാധാരണമായ ദർശനങ്ങൾ കിട്ടിത്തുടങ്ങി. 8 വയസ്സായപ്പോൾ ഒരു പ്രവാചകനെ മരച്ചുവട്ടിൽ കാണുന്നു. 9-ാം വയസ്സിൽ മാലാഖമാർ നിറഞ്ഞ ഒരു മരം കാണുന്നു. ഇതൊന്നും അദ്ദേഹത്തിന് വെറും ഭാവനകളായിരുന്നില്ല, ശരിക്കും യഥാർത്ഥ അനുഭവങ്ങളായിരുന്നു. ജീവിതകാലം മുഴുവൻ ഈ ദർശനങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്നു. ഇതിലെ രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബ്ലേക്കിന്റെ ഈ കഴിവിന് ആധുനിക മനഃശാസ്ത്രത്തിൽ ഒരു പേരുണ്ട്. ഈഡിറ്റിക് ഇമേജറി എന്ന് പറയും. അതായത് അദ്ദേഹത്തിന്റെ ആ നിഗൂഢമായ അനുഭവങ്ങൾക്ക് ഒരു തരത്തിൽ ശാസ്ത്രീയമായൊരു വിശദീകരണം കൂടി നൽകാൻ ഇന്നത്തെ കാലത്ത് നമുക്ക് സാധിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ബ്ലേക്ക് കാര്യങ്ങൾ കണ്ടിരുന്നത് പല തലങ്ങളിലായിട്ടാണ്. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതിനുമപ്പുറം ഭാവനയുടെയും ആത്മാവിന്റെയും കണ്ണുകൾ കൊണ്ട് ലോകത്തെ കാണാനുള്ളൊരു കഴിവുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഈ ഭൗതികമായ കാഴ്ച ഒരു തലം മാത്രമാണെന്നും അതിനപ്പുറം ഒരുപാട് ആഴത്തിലുള്ള സത്യങ്ങളുണ്ടെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അപ്പോൾ ബ്ലേക്ക് ലോകത്തെ കണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഈ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. അതായത് ബ്ലേക്കും അദ്ദേഹം ജീവിച്ച ആ 18-ാം നൂറ്റാണ്ടിലെ സമൂഹവും തമ്മിലുള്ള ഒരു വലിയ സംഘർഷത്തിലേക്ക്. ഈ കാണുന്നതുപോലെ ഇത് തമ്മിൽ ഒരു അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട്. ഒരു വശത്ത് ബ്ലേക്കിന്റെ ലോകം, ഭാവന, അന്തർജ്ഞാനം, സ്വാതന്ത്ര്യം, ആത്മീയത. മറുവശത്തോ 18-ാം നൂറ്റാണ്ട് ഊന്നൽ നൽകിയത് യുക്തി, വിശകലനം, അധികാരം, യാഥാസ്ഥിതികത്വം എന്നിവയ്ക്കായിരുന്നു. അപ്പോൾ ഈ 2 ലോകങ്ങൾ തമ്മിലുള്ളൊരു വലിയ ഏറ്റുമുട്ടൽ തന്നെയായിരുന്നു അത്. ബ്ലേക്കിന്റെ ഈ ഒരു വിപ്ലവം ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. അദ്ദേഹം എല്ലാ അർത്ഥത്തിലും ഒരു വിമതനായിരുന്നു. രാഷ്ട്രീയത്തിലായാലും മതത്തിലായാലും കലയിലായാലും ശരി, അധികാരത്തിന്റെ എല്ലാ രൂപങ്ങളെയും അദ്ദേഹം ചോദ്യം ചെയ്തു. അപ്പോൾ ഇത്രയധികം വിപ്ലവകരമായ ആശയങ്ങളുള്ള ഒരാൾ അതെങ്ങനെയാണ് പുറം ലോകത്തെ അറിയിച്ചത്? അതിനായി അദ്ദേഹം ഉപയോഗിച്ച അതുല്യമായ കലാപരമായ രീതികൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അദ്ദേഹം കണ്ടുപിടിച്ചൊന്നാണ് ഈ ഇല്ലുമിനേറ്റഡ് പ്രിന്റിംഗ്. ഒരുപക്ഷേ ഇന്നത്തെ കാലത്തെ മൾട്ടിമീഡിയയുടെയൊക്കെ ആദ്യത്തെ രൂപങ്ങളിലൊന്നായി ഇതിനെ കണക്കാക്കാം. വാക്കുകളും ചിത്രങ്ങളും ഒരുമിപ്പിച്ച് തന്റെ ദർശനങ്ങളെ പൂർണ്ണമായി തന്നെ പകർത്താനാണ് അദ്ദേഹം ഇതിലൂടെ ശ്രമിച്ചത്. ഇത് വെറുമൊരു അച്ചടിയായിരുന്നില്ല, കലയും സാങ്കേതിക വിദ്യയും ഒത്തുചേർന്ന ഒരു കരകൗശല വിദ്യയായിരുന്നു. അതുകൊണ്ടുതന്നെ ബ്ലേക്ക് ഉണ്ടാക്കിയ ഓരോ പുസ്തകവും തികച്ചും വ്യത്യസ്തമായ, അദ്വിതീയമായ ഓരോ കലാസൃഷ്ടികളായിരുന്നു. ബ്ലേക്കിന്റെ കൃതികളുടെ സങ്കീർണത ഈ കാഴ്ചയിൽ മാത്രം ഒതുങ്ങിയില്ല. അവയ്ക്ക് പല അർത്ഥതലങ്ങളുണ്ടായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 4 വ്യത്യസ്ത തലങ്ങളിൽ അവയെ വ്യാഖ്യാനിക്കാൻ കഴിയുമായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ ഒരു കവിത വായിക്കുമ്പോൾ ആദ്യം അതിലെ കഥ മനസ്സിലാക്കാം. കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിച്ചാൽ അതിലൊരു ധാർമ്മിക പാഠം കാണാം. വീണ്ടും ചിന്തിച്ചാൽ അതിലെ പ്രതീകാത്മകമായ അർത്ഥങ്ങൾ പിടികിട്ടും. ഒടുവിൽ പ്രപഞ്ച സത്യത്തെക്കുറിച്ചുള്ള ഒരു ആത്മീയമായ കാഴ്ചപ്പാടിലേക്ക് വരെ അത് നമ്മളെ എത്തിക്കും. അത്രത്തോളം ആഴമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ സൃഷ്ടിക്കും. ഇനി ബ്ലേക്കിന്റെ തത്വചിന്തയുടെ ഏറ്റവും മികച്ച ഉദാഹരണമായി കണക്കാക്കുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതിയിലേക്ക് വരാം. സോങ്സ് ഓഫ് ഇന്നസെൻസ് ആൻഡ് ഓഫ് എക്സ്പീരിയൻസ്. ഈ 2 പുസ്തകങ്ങളെയും എപ്പോഴും ഒരുമിച്ചാണ് കാണേണ്ടത്. ഒന്ന് മറ്റൊന്നിന്റെ പ്രതിബിംബം പോലെയാണ്.
ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്റെ ആത്മാവിന്റെ രണ്ട് വിപരീത അവസ്ഥകളാണിവ. സോങ്സ് ഓഫ് ഇന്നസെൻസ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ശുദ്ധവും കളങ്കമില്ലാത്തതുമായൊരു ലോകത്തേക്കാണ്. കുട്ടിക്കാലത്തെ സന്തോഷം, വിശ്വാസം എല്ലാം വളരെ ലളിതവും പ്രത്യാശ നിറഞ്ഞതുമാണ് ആ ലോകത്തിൽ. എന്നാൽ സോങ്സ് ഓഫ് എക്സ്പീരിയൻസിലേക്ക് എത്തുമ്പോഴേക്കും ഈ ലോകം ആകെ മാറുകയാണ്. ഇതൊരു തരം ഭൂമിയിലെ നരകമാണ്. കുട്ടിക്കാലത്തെ ആ നിഷ്കളങ്കതയെല്ലാം നഷ്ടപ്പെട്ട് സമൂഹം അടിച്ചേൽപ്പിക്കുന്ന നിയമങ്ങളുടെ ഭാരം ചുമന്ന് ജീവിക്കുന്ന കഠിനമായ ഒരവസ്ഥ. ഈ രണ്ട് ലോകങ്ങളും തമ്മിലുള്ള വ്യത്യാസം കാണിക്കാൻ ബ്ലേക്ക് ഉപയോഗിച്ച പ്രതീകങ്ങൾ നോക്കൂ. നിഷ്കളങ്കതയുടെ പ്രതീകമായ ആട്ടിൻകുട്ടി അനുഭവപരിചയത്തിന്റെ ലോകത്തെത്തുമ്പോൾ ഭയാനകമായ സൗന്ദര്യമുള്ള കടുവയായി മാറുന്നു. മനോഹരമായ പൂമുട്ട് രോഗം ബാധിച്ച റോസാപ്പൂവായി മാറുന്നു. ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങൾ എത്ര മനോഹരമായാണ് അദ്ദേഹം വരച്ചു കാട്ടുന്നത്, അല്ലേ? ഇപ്പോ നൂറ്റാണ്ടുകൾ ഒരുപാട് കഴിഞ്ഞു. എന്നിട്ടും നമ്മൾ എന്തിനാണ് ഇപ്പോഴും ബ്ലേക്കിനെക്കുറിച്ച് സംസാരിക്കുന്നത്? അദ്ദേഹത്തിന്റെ കൃതികൾക്ക് ഇന്നത്തെ കാലത്ത് എന്തു പ്രസക്തിയാണുള്ളത്? നമുക്ക് നോക്കാം. അതിന്റെ പ്രധാന കാരണം ബ്ലേക്ക് തന്റെ കാലത്തേക്കാൾ ഒരുപാട് മുന്നോട്ട് ചിന്തിച്ച ഒരാളായിരുന്നു എന്നതാണ്. സമൂഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിമർശനങ്ങളെല്ലാം അന്നൊരുപക്ഷെ പലരും കാര്യമാക്കിയിട്ടുണ്ടാവില്ല. എന്നാൽ ഇന്ന് വ്യാവസായിക വളർച്ചയും അധികാരഘടനകളും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ട് അനുഭവിച്ചറിയുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾക്കൊരു പ്രവചന സ്വഭാവം കൈവന്നതായി നമുക്ക് തോന്നും. ജേക്കബ് ബ്രോണോവ്സ്കിയുടെ ഈ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ബ്ലേക്കിന്റെ കലയ്ക്കും ആശയങ്ങൾക്കും എത്രത്തോളം ആഴത്തിലുള്ള നിലനിൽക്കുന്ന സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ബ്ലേക്കിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടത്തെ നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിക്കുന്ന ഒരു ചോദ്യമാണിത്. യുക്തിക്കും നിയമങ്ങൾക്കും മാത്രം പ്രാധാന്യം നൽകുന്ന, എല്ലാവരും ഒരുപോലെ ചിന്തിക്കണമെന്ന് നിർബന്ധിക്കുന്ന ഈ ലോകത്ത് നമ്മുടെ ഉള്ളിലെ ഭാവനയ്ക്കും അന്തർജ്ഞാനത്തിനും ആ നാലിരട്ടി കാഴ്ചപ്പാടിനും നമ്മൾ ഓരോരുത്തരും എത്രത്തോളം ഇടം നൽകുന്നുണ്ട്? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു കവിക്ക് എങ്ങനെയാണ് നമ്മൾ ലോകത്തെ കാണുന്ന രീതിയെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്നത്? ഇന്ന് നമ്മൾ വില്യം വേർഡ്സ്വർത്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വെറും കവിതകൾക്കപ്പുറം ഒരു കാലഘട്ടത്തെ മുഴുവൻ വെല്ലുവിളിച്ച അദ്ദേഹത്തിന്റെ വിപ്ലവകരമായ ചില ആശയങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഈ ഒരു ചോദ്യത്തോടെ നമുക്ക് തുടങ്ങിയാലോ? കാരണം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയത്തിന്റെ കാതൽ ഈ ഒരു സംഘർഷമാണ്. ഏകദേശം 200 വർഷങ്ങൾക്ക് മുൻപ് വേർഡ്സ്വർത്ത് ജീവിച്ചിരുന്ന ലോകം അഭിമുഖീകരിച്ചിരുന്ന ഒരു വലിയ പ്രതിസന്ധി തന്നെയായിരുന്നു ഇത്. ഇത് വേർഡ്സ്വർത്തിന്റെ തന്നെ വളരെ ശക്തമായ വാക്കുകളാണ്. അദ്ദേഹം എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ഇതിൽ നിന്നും വ്യക്തമാണല്ലേ? ഭൗതികമായ കാര്യങ്ങളിൽ നമ്മൾ വല്ലാതെ മുഴുകിപ്പോയിരിക്കുന്നു. വാങ്ങുന്നതിലും വിൽക്കുന്നതിലും മാത്രം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ ശക്തിയെ, പ്രകൃതിയുമായുള്ള ആഴത്തിലുള്ള ബന്ധത്തെയൊക്കെ നമ്മൾ പാഴാക്കി കളയുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതൊരു വിപ്ലവത്തെയും ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അത് എന്തിനെതിരെയായിരുന്നു എന്ന് നമ്മൾ ആദ്യം അറിയണം. അതുകൊണ്ട് നമുക്ക് നേരെ വേർഡ്സ്വർത്തിന്റെ കാലഘട്ടത്തിലേക്ക്, അതായത് 18ാം നൂറ്റാണ്ടിലേക്ക് ഒന്ന് പോകാം. വേർഡ്സ്വർത്തിന് മുൻപുള്ള ലോകം നിയോ ക്ലാസിക്കൽ സംസ്കാരത്തിന്റെ പിടിയിലായിരുന്നു. അവിടെ എല്ലാത്തിനും കൃത്യമായ നിയമങ്ങളുണ്ടായിരുന്നു. വികാരങ്ങളെക്കാൾ കൂടുതൽ യുക്തിക്കും ഓരോ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെക്കാൾ സമൂഹത്തിന്റെ കെട്ടുറപ്പിനും പ്രാധാന്യം കൊടുത്ത ഒരു കാലം. അന്ന് കലയ്ക്ക് പോലും കർശനമായ ചട്ടക്കൂടുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. ആ കാലഘട്ടത്തിൽ 2 ശക്തമായ സമ്മർദ്ദങ്ങൾ ഒരുമിച്ച് വന്നു. ഒരു വശത്ത് നിയോ ക്ലാസിസിസത്തിന്റെ ഈ കർശനമായ നിയമങ്ങൾ, മറുവശത്ത് വ്യാവസായിക വിപ്ലവം കൊണ്ടുവന്ന വലിയ മാറ്റങ്ങൾ. ഫാക്ടറികളും യന്ത്രങ്ങളും നിറഞ്ഞ ആ പുതിയ ലോകം മനുഷ്യനെ പ്രകൃതിയിൽ നിന്ന് പതിയെ പതിയെ അകറ്റി പണമുണ്ടാക്കാനുള്ള ഒരു ഓട്ടത്തിലേക്ക് മാത്രം തള്ളിവിട്ടു. 18ാം നൂറ്റാണ്ടിന്റെ ഈ യാന്ത്രികവും വികാരരഹിതവുമായ സ്വഭാവത്തോടുള്ള ഒരുതരം പൊട്ടിത്തെറിയായിരുന്നു റൊമാന്റിക് പ്രസ്ഥാനം. അത് വെറുമൊരു സാഹിത്യപ്രസ്ഥാനം മാത്രമായിരുന്നില്ല, അതൊരു പുതിയ ചിന്തയുടെ വിപ്ലവം തന്നെയായിരുന്നു. ഈ 2 പ്രസ്ഥാനങ്ങളെയും വേർതിരിക്കാൻ ഒരു ചെറിയ ഉദാഹരണം ഉപയോഗിക്കാം. നിയോ ക്ലാസിക് കവിത ഒരു ചിത്രത്തിന്റെ മുൻനിര പോലെയായിരുന്നു. എല്ലാം കൃത്യം, വ്യക്തം, വിശദമായി വരച്ചുവെച്ച പോലെ. എന്നാൽ റൊമാന്റിക് കവിതയോ? അത് ആ ചിത്രത്തിന്റെ പശ്ചാത്തലം പോലെയായിരുന്നു. അവിടെ നിഗൂഢതകളുണ്ട്, വികാരങ്ങളുണ്ട്, ഒറ്റവാക്കിൽ ഒതുക്കാൻ കഴിയാത്ത അനുഭവങ്ങളുണ്ട്. റൊമാന്റിക് കവികളെ സംബന്ധിച്ചിടത്തോളം ഭാവന അല്ലെങ്കിൽ ഇമാജിനേഷൻ എന്നത് അവരുടെ ഒരു സൂപ്പർ പവറായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത് ഇല്ലാത്ത കാര്യങ്ങൾ സങ്കൽപ്പിക്കുക എന്നതിനപ്പുറം നമ്മുടെ കണ്ണിന് കാണാൻ കഴിയുന്നതിനും അപ്പുറത്തുള്ള സത്യങ്ങളെ, പ്രപഞ്ചവും നമ്മളും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു കഴിവായിരുന്നു അത്.
ഈ വിപ്ലവകരമായ ചിന്തകളുടെയെല്ലാം കേന്ദ്രബിന്ദുവായിരുന്ന ഒരാളുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയിലേക്ക്, ഈ പുതിയ ചിന്താരീതിയുടെ നായകനിലേക്ക് വരാം, വില്യം വേർഡ്സ്വർത്ത്. വേർഡ്സ്വർത്തിന്റെ ജീവിതത്തിലെ ഈ പ്രധാന സംഭവങ്ങളൊന്ന് നോക്കൂ. അദ്ദേഹത്തിന്റെ ചിന്തകളെ രൂപപ്പെടുത്തിയത് ആ കാലഘട്ടത്തിലെ വലിയ മാറ്റങ്ങളായിരുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാതന്ത്ര്യ സങ്കല്പങ്ങളും പുതിയ സാഹിത്യ പരീക്ഷണങ്ങളുമെല്ലാം അദ്ദേഹത്തിന്റെ ജീവിതത്തെയും എഴുത്തിനെയും മാറ്റിമറിച്ചു. ഇതാണ് വില്യം വേർഡ്സ്വർത്ത്. കേവലം ഒരു കവി എന്നതിലുപരി പ്രകൃതിയുടെ മഹാപുരോഹിതൻ എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. കാരണം പ്രകൃതി അദ്ദേഹത്തിനൊരു ആരാധനാലയം പോലെയായിരുന്നു. ഇത് വേർഡ്സ്വർത്തിന്റെ തത്വചിന്തയുടെ കാതലാണ്. പ്രകൃതി വെറുമൊരു കാഴ്ചയല്ല, അത് നമ്മളോട് സംസാരിക്കുന്ന, നമ്മളെ പഠിപ്പിക്കുന്ന, നമ്മുടെ മുറിവുകളെ ഉണക്കുന്ന ഒരു വലിയ ശക്തിയാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ഇനി നമുക്ക് വേർഡ്സ്വർത്തിന്റെ ഏറ്റവും വലിയ, ഏറ്റവും വ്യക്തിപരമായ കൃതിയിലേക്ക് കടക്കാം. ലോക സാഹിത്യത്തിലെ തന്നെ ഏറ്റവും വ്യത്യസ്തമായ ഒരു ഇതിഹാസകാവ്യമായിരുന്നു അത്. 7883. ഇതൊരു ചെറിയ സംഖ്യയല്ല, അല്ലേ? ഇതാണ് വേർഡ്സ്വർത്ത് തന്റെ സ്വന്തം മനസ്സിന്റെ വളർച്ചയെക്കുറിച്ച് എഴുതിയ ഇതിഹാസകാവ്യത്തിലെ വരികളുടെ എണ്ണം. അപ്പോ എന്താണ് ദി പ്രല്യൂഡിനെ ഇത്ര വിപ്ലവകരമാക്കുന്നത്? സാധാരണ ഇതിഹാസങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ചോ വീരനായകന്മാരെക്കുറിച്ചോ ദൈവങ്ങളെക്കുറിച്ചോ ഒക്കെയാണ് സംസാരിക്കാറ്. എന്നാൽ ഇവിടെ ഇതിഹാസത്തിന്റെ വിഷയം ഒരൊറ്റ മനുഷ്യ മനസ്സിന്റെ ആന്തരിക യാത്രയാണ്. ഒരു കവിയുടെ ഓർമ്മകൾ, സംശയങ്ങൾ, കണ്ടെത്തലുകൾ. അതെ, അതായിരുന്നു വേർഡ്സ്വർത്തിന്റെ ഇതിഹാസം. ഈ മനോഹരമായ വരികൾ നോക്കൂ. വേർഡ്സ്വർത്ത് പകർത്താൻ ശ്രമിച്ച പ്രധാന അനുഭവം ഇതാണ്. പ്രകൃതിയുമായി അത്രയേറെ ആഴത്തിലൊന്നാകുമ്പോൾ നമ്മുടെ ശരീരം പോലും മറന്ന് നമ്മളൊരു ജീവനുള്ള ആത്മാവായി മാറുന്നൊരു നിമിഷമുണ്ട്. ആ നിമിഷങ്ങളിൽ ലോകത്തിന്റെ ബഹളങ്ങളെല്ലാം അടങ്ങുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളുടെ ജീവനിലേക്ക്, അതിന്റെ ആത്മാവിലേക്ക് നോക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറയുന്നു. അവസാന ഭാഗത്തേക്ക് കടക്കുമ്പോൾ നമുക്കൊരു നിമിഷം ചിന്തിക്കാം. 200 വർഷം പഴക്കമുള്ള വേർഡ്സ്വർത്തിന്റെ ഈ ആശങ്കകൾക്ക് തിരക്കുപിടിച്ച നമ്മുടെ ഇന്നത്തെ ജീവിതവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഭൗതികതയെക്കുറിച്ചുള്ള വേർഡ്സ്വർത്തിന്റെ വിമർശനം ഇന്നും എത്രത്തോളം പ്രസക്തമാണെന്ന് ഓർത്തുനോക്കൂ. പ്രകൃതിയിൽ നിന്നും സഹജീവികളിൽ നിന്നും അകന്ന് ഉപഭോഗ സംസ്കാരത്തിൽ മാത്രം മുഴുകുമ്പോൾ മനുഷ്യനോട് എന്തു ചെയ്തു എന്ന് നമുക്ക് വിലപിക്കേണ്ടി വരുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. അപ്പോൾ വേർഡ്സ്വർത്തിൽ നിന്ന് നമുക്ക് ഇന്നും ഉൾക്കൊള്ളാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രകൃതിയിലേക്ക് മടങ്ങുക, സാധാരണ ജീവിതത്തിലെ സൗന്ദര്യം കണ്ടെത്തുക, മറ്റുള്ളവരുടെ വേദനകൾ കേൾക്കാൻ ശ്രമിക്കുക, പിന്നെ നമ്മുടെ ഭാവനയെ ലോകവുമായി ബന്ധപ്പെടാൻ ഉപയോഗിക്കുക. ഏറ്റവും പ്രധാനമായി നമ്മുടെ ഉള്ളിലെ ലോകവും പുറമേയുള്ള ലോകവും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്തുക. ഈയൊരു ചോദ്യത്തോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മൊബൈൽ ഫോണുകളും സോഷ്യൽ മീഡിയയും നമ്മളെ നിരന്തരം അലട്ടുന്ന ഈ കാലത്ത് ആഴത്തിൽ ഒന്നിനെ ശ്രദ്ധിക്കാൻ, അതിന്റെ ആത്മാവിലേക്ക് നോക്കാൻ നിങ്ങൾക്കൊരിടമുണ്ടോ? വേർഡ്സ്വർത്തിന്റെ ആശയങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാമെന്ന് ചിന്തിക്കാൻ ഈ ചോദ്യം ഒരു പ്രചോദനമാകട്ടെ. നമസ്കാരം. ഇന്ന് നമുക്ക് സാമുവൽ ടേലർ കോൾറിഡ്ജിന്റെ ലോകത്തേക്ക് ഒന്നിറങ്ങിച്ചെല്ലാം. അദ്ദേഹത്തിന്റെ പൂർത്തിയാകാത്ത പക്ഷെ ലോകപ്രശസ്തമായ ഒരു കവിതയുടെയും അതിനു പിന്നിലെ അത്ഭുതകരമായ കഥയെയും കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ. നിങ്ങളുടെ മനസ്സിൽ ഗംഭീരമായൊരു ആശയം വരുന്നു. നിങ്ങളതിന്റെ ആവേശത്തിലാണ്. അതെല്ലാം പകർത്താൻ തുടങ്ങുന്നു. പെട്ടെന്നൊരാൾ വരുന്നു, അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ. ആ ഒഴുക്കങ്ങ് മുറിഞ്ഞു പോകുന്നു. ഒരുപക്ഷേ ഒരു കലാകാരന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ നിരാശകളിലൊന്നായിരിക്കും അത്. സാഹിത്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു തടസ്സപ്പെടുത്തലിന്റെ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഒരുപക്ഷേ ഈ ഒരൊറ്റ സംഭവം ലോകത്തിലെ ഏറ്റവും മികച്ച കവിതകളിലൊന്നിന്റെ വിധി തന്നെ മാറ്റിമറിച്ചു. അപ്പോ ഈയൊരു കഥയിലൂടെ നമുക്ക് കോൾറിഡ്ജിന്റെ ലോകത്തേക്ക് കടന്നു ചെല്ലാം. എന്തായിരുന്നു ആ സ്വപ്നം? എന്താണ് ആ സ്വപ്നത്തിന് സംഭവിച്ചത്? നമുക്ക് നോക്കാം. കോൾറിഡ്ജ് തന്നെ പറയുന്നതനുസരിച്ച് ഈ കവിതയുടെ ജനനം ഒരു അത്ഭുതം പോലെയായിരുന്നു. ഒന്നും മയങ്ങിപ്പോയ സമയത്ത് ഒരു സ്വപ്നം പോലെ ഒരു പൂർണ്ണ കവിത അദ്ദേഹത്തിന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ഉണർന്നയുടൻ അതേ ആവേശത്തിൽ അദ്ദേഹം അത് എഴുതാൻ തുടങ്ങി. പക്ഷേ അപ്പോഴാണ് പോർലോക്കിൽ നിന്നൊരാൾ വരുന്നത്. ആ കൂടിക്കാഴ്ച കഴിഞ്ഞ് തിരികെ വന്നപ്പോഴേക്കും ആ സ്വപ്നത്തിലെ മനോഹരമായ വരികളെല്ലാം മാഞ്ഞുപോയിരുന്നു. അപ്പോ ആരായിരുന്നു ഇത്രയും അത്ഭുതകരമായൊരു സ്വപ്നം കണ്ട ഈ കവി? നമുക്ക് അദ്ദേഹത്തെ കുറച്ചുകൂടി അടുത്തറിയാം. കോൾറിഡ്ജ് വെറുമൊരു കവിയായിരുന്നില്ല. തന്റെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ബുദ്ധിജീവികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. വേർഡ്സ്വർത്തിനെ പോലുള്ളവരുമായി ചേർന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഒരു പുതിയ യുഗത്തിന്, ഒരു വിപ്ലവത്തിന് തന്നെ അദ്ദേഹം തുടക്കം കുറിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരവും ദുരന്തപൂർണവുമായ കാര്യം എന്താണെന്നറിയുമോ?
അദ്ദേഹത്തിന്റെ ഏറ്റവും മഹത്തായ സൃഷ്ടികളെല്ലാം പിറന്നത് വെറും 2 വർഷം കൊണ്ടാണ്. അതിനുശേഷം ആ പ്രതിഭ എങ്ങോട്ടു പോയി? ഈ ചോദ്യമാണ് കോൾറിഡ്ജിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം. കോൾറിഡ്ജിനെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം ഭാഗമായിരുന്ന ആ റൊമാൻറ്റിക് പ്രസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ അറിയണം. അതൊരു സാഹിത്യ പ്രസ്ഥാനം എന്നതിലുപരി ഒരു ചിന്താവിപ്ലവം തന്നെയായിരുന്നു. വളരെ ലളിതമായി പറഞ്ഞാൽ, നിയമങ്ങളുടെയും യുക്തിയുടെയും കാലഘട്ടത്തിൽ നിന്ന് ഭാവനയുടെയും വികാരങ്ങളുടെയും ഒരു പുതിയ ലോകത്തേക്കുള്ള മാറ്റമായിരുന്നു അത്. കലയുടെ ഫോക്കസ് തന്നെ മാറി. ആ മാറ്റം വളരെ വലുതായിരുന്നു. സമൂഹത്തിന്റെ നിയമങ്ങളിൽ നിന്നും ചിട്ടകളിൽ നിന്നും സാഹിത്യം വ്യക്തിയുടെ ആന്തരിക ലോകത്തേക്ക് ശ്രദ്ധ തിരിച്ചു. ഇത് കലയെ അടിമുടി മാറ്റിമറിച്ചു. ഇതാണ് കോൾറിഡ്ജിന്റെ ഏറ്റവും പ്രശസ്തമായ വാചകം. അദ്ദേഹത്തിന്റെ പ്രതിഭയുടെ കാതൽ എന്തായിരുന്നുവെന്ന് ചോദിച്ചാൽ ഇതാണ് ഉത്തരം. അവിശ്വസനീയമായ കാര്യങ്ങൾ പോലും വായനക്കാരനെക്കൊണ്ട് വിശ്വസിപ്പിക്കാനുള്ള കഴിവ്. ഒരു യക്ഷിക്കഥ കേൾക്കുന്ന കുട്ടിയെപ്പോലെ വായനക്കാരനെ പൂർണ്ണമായും ആ കഥയുടെ മാന്ത്രിക വലയത്തിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ശരി, ഇനി നമുക്ക് കുബ്ലഖാൻ എന്ന ആ സ്വപ്നത്തിലേക്ക് വീണ്ടും മടങ്ങിവരാം. എന്താണ് ആ കവിതയുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത്? എന്തുകൊണ്ടാണത് ഇത്രയേറെ നമ്മളെ ആകർഷിക്കുന്നത്? കവിത തുടങ്ങുന്നത് തന്നെ അതിഗംഭീരമായ ഒരു ദൃശ്യത്തോടെയാണ്. ഭാവനയിൽ മാത്രം പണിയാൻ കഴിയുന്ന ഒരു നിർമ്മിതി. എന്നാൽ ഇതൊരു വെറും കെട്ടിടമല്ല, അതിനപ്പുറം പല അർത്ഥങ്ങളും ഇതിനുണ്ട്. ആ മനോഹരമായ സൗധത്തിന് തൊട്ടു താഴെ വന്യവും ഭയാനകവുമായ മറ്റൊരു ലോകമുണ്ട്. പ്രകൃതിയുടെ നിയന്ത്രിക്കാനാവാത്ത, പ്രവചിക്കാനാവാത്ത ശക്തിയുടെ ഒരു പ്രതീകം. കവിതയിലുടനീളം നമുക്കിതുപോലുള്ള വൈരുദ്ധ്യങ്ങൾ കാണാം. പ്രകാശവും ഇരുട്ടും ഒരുമിച്ചു വരുന്നു, സൗന്ദര്യവും ഭീകരതയും ഒരുമിച്ചു വരുന്നു, നിർമ്മാണവും നാശവും ഇവയെല്ലാം ഒരേ സ്ഥലത്ത് ഒരുമിച്ച് നിലനിൽക്കുന്നതായിട്ടാണ് കോൾറിഡ്ജ് വരച്ചുകാട്ടുന്നത്. അപ്പോൾ ഇതാണ് കവിതയുടെ കാതലായ ആശയം. ഈ കവിത യഥാർത്ഥത്തിൽ കലാസൃഷ്ടിയെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. സൂര്യരശ്മി പതിക്കുന്ന ആ താഴികക്കുടവും തണുത്തുറഞ്ഞ മഞ്ഞുഗുഹകളും ഒരു കലാകാരന്റെ മനസ്സിലെ 2 ഭാവങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്: പ്രചോദനത്തിന്റെ പ്രകാശവും സംശയത്തിന്റെ തണുപ്പും. അപ്പോ ഈ പൂർത്തിയാകാത്ത കവിതയും കോൾറിഡ്ജിന്റെ ദുരന്തപൂർണമായ ജീവിതവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്ക് നോക്കാം. ആ സ്വപ്നത്തിൽ കോൾറിഡ്ജ് കണ്ടത് പ്രകൃതിയുടെ ഒരു അത്ഭുതകരമായ സമന്വയമായിരുന്നു. ഒരു പക്ക ഓർക്കസ്ട്രേഷൻ. എല്ലാം യോജിപ്പിലായിരുന്നു. ഒരു തികഞ്ഞ കലാസൃഷ്ടിയുടെ ദർശനം തന്നെയായിരുന്നു അത്. എന്നാൽ ആ സ്വപ്നത്തിൽ കണ്ട പൂർണ്ണത ജീവിതത്തിൽ കണ്ടെത്താൻ കോൾറിഡ്ജിന് കഴിഞ്ഞില്ല. സത്യത്തിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി അദ്ദേഹം തന്നെയായിരുന്നു. ഈ കാരണങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ പ്രതിഭയെ പതിയെ കാർന്നു തിന്നുകയായിരുന്നു. തന്റെ ഭാവനയുടെ അത്രയും ഉയരത്തിലെത്താൻ വാക്കുകൾക്ക് കഴിയില്ലെന്ന് അദ്ദേഹം ഭയന്നു. ആ ഭയം പതിയെ അദ്ദേഹത്തെ നിശബ്ദനാക്കി. അവസാനം സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ആ പൂർത്തിയാകാത്ത കവിത പൂർത്തിയാകാതെ പോയ കോൾറിഡ്ജിന്റെ ജീവിതത്തിന്റെ തന്നെ ഒരു കണ്ണാടിയായി മാറി. സാധ്യതകളുടെ ഒരു വലിയ ലോകം നമുക്ക് മുന്നിൽ തുറന്നിട്ട് പാതി വഴിയിൽ നിലച്ചുപോല ഒരത്ഭുതം. ഒരുപക്ഷേ കുബ്ലഖാൻ പൂർത്തിയായിരുന്നെങ്കിൽ അതിന് ഇത്രയധികം പ്രശസ്തി കിട്ടുമായിരുന്നില്ല. അതിന്റെ ആ അപൂർണതയാണ് നമ്മളെ അതിലേക്ക് ആകർഷിക്കുന്നത്. അത് നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്: കലയുടെ സൗന്ദര്യം അതിന്റെ പൂർണ്ണതയിലാണോ, അതോ അത് നമ്മളിൽ ഉണർത്തുന്ന അനന്തമായ സാധ്യതകളിലാണോ? ആ ചോദ്യം നിങ്ങൾക്കായി വിടുന്നു.